ഹലോ മക്കളെ, അന്നേരം ലാസ്റ്റ് ഡേ നമ്മൾ എന്ത് ചെയ്തു? നമ്മൾ സർക്കിളിന്റെ കോൺസെപ്റ്റ് ഒക്കെ പറഞ്ഞു തീർത്തായിരുന്നല്ലേ? അപ്പൊ നമുക്കിന്ന് കുറച്ച് പ്രോബ്ലംസ് ചെയ്യാം. 10.1 എക്സസൈസ് 10.1 ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസി ക്വസ്റ്റ്യൻസ് ആണ്. എന്താണ്? ദ സെന്റർ ഓഫ് എ സർക്കിൾ, ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് ആണ്. ദ സെന്റർ ഓഫ് എ സർക്കിൾ ലൈസ് ഇൻ ഡാഷ് ഓഫ് ദ സർക്കിൾ. സെന്റർ എവിടെയാണ്? ആലോചിച്ച് നോക്ക്. ഇതാണ് ഒരു സർക്കിൾ. സർക്കിളിന്റെ എവിടെയാണ് സെന്റർ? അകത്താണ്, അതായത് ഇന്റീരിയറിലാണ്. ക്ലിയർ? അത് കഴിഞ്ഞ് എന്താ പറഞ്ഞേ? എ പോയിന്റ് ഹൂസ് ഡിസ്റ്റൻസ് ഫ്രം സെന്റർ ഓഫ് ദ സർക്കിൾ, സെന്ററിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ഗ്രേറ്റർ ദാൻ റേഡിയസ്. റേഡിയസ് ആണെങ്കിൽ എവിടാ? അകത്തുണ്ട്, ഓൺ ദ സർക്കിൾ. റേഡിയസിനേക്കാൾ വലുതാണ് എവിടാ? പുറത്തേക്ക് പോകും അല്ലേ? ഗ്രേറ്റർ ദാൻ ദ റേഡിയസ് ലൈസ് ഇൻ ദ ഡാഷ് ഓഫ് ദ സർക്കിൾ. എവിടാണ്? എക്സ്റ്റീരിയർ. അതായത് റേഡിയസിനേക്കാൾ കുറവാണ് നീളമെങ്കിൽ അകത്തിരിക്കും, റേഡിയസിന് ഒപ്പമാണ് നീളമെങ്കിൽ ഓൺ ദ സർക്കിളിൽ ഇരിക്കും, റേഡിയസിനേക്കാൾ കൂടുതലാണെങ്കിൽ എവിടോട്ടിരിക്കും? പുറത്തിരിക്കും. അടുത്തത്, ദ ലോങ്സ്റ്റ് കോഡ് ഓഫ് എ സർക്കിൾ ഈസ് എ ഡാഷ് ഓഫ് ദ സർക്കിൾ. നമ്മൾ ലാസ്റ്റ് ഡേ പറഞ്ഞതാണ്. എന്താണ്? ഡയമീറ്റർ അല്ലേ? ലോങ്സ്റ്റ് കോഡ് എന്ന് പറയുന്നത് ഡയമീറ്റർ ആണെന്നല്ലേ പറഞ്ഞത്. അടുത്തത്, an arc is a dash when it ends a end of the diameter. ഇതും കഴിഞ്ഞ ദിവസം പറഞ്ഞതാ. ഇതാണ് ഒരു സർക്കിള്. ഈ സർക്കിളിൽ ഞാനൊരു ആർക്ക് വരയ്ക്കാൻ പോവാ. ആർക്കിന്റെ പ്രത്യേകത, ആ ആർക്കിന്റെ എൻഡുകൾ ഡയമീറ്ററിന്റെ എൻഡുകൾ കൊണ്ടായിരിക്കണം. ഇതിനെ വിളിക്കുന്ന പേരെന്നാ മക്കളെ? ലാസ്റ്റ് പറഞ്ഞല്ലേ? സെമി സർക്കിൾ. അപ്പൊ ഇതെന്താണ്? ഇസ് എ സെമി സർക്കിൾ. സെമി സർക്കിൾ. അടുത്ത നോക്ക്, സെഗ്മെന്റ്. അപ്പൊ മക്കൾ ഓർക്കേണ്ട രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം. എന്താണ് സെഗ്മെന്റ്, എന്താണ് സെക്ടർ? സെക്ടർ എന്ന് വെച്ചാൽ സെന്ററും റേഡിയസും കൂടെ ചേർന്നുണ്ടാകുന്ന ആളുകളെ വിളിക്കുന്ന പേരാണ് സെക്ടർ. ഇതൊരു സെക്ടറാ. സെന്ററും റേഡിയസും ആരും? നമ്മുടെ ആർക്കും. സെന്റർ, റേഡിയസ്, ആർക്ക്, ഇത്രയും ചേർന്നുണ്ടാവുന്നതിനെ വിളിക്കുന്ന പേരാണ് എന്ത്? സെക്ടർ. അപ്പൊ സെഗ്മെന്റ് എന്താണ്? സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ ആർക്കും കോഡും കൂടെ ചേർന്നുണ്ടാവുന്നത്. ആർക്കും കോഡും കൂടെ ചേർന്നുണ്ടായാൽ അതിന്റെ പേര് സെക്ടർ. ആർക്കും റേഡിയസും സെന്ററും കൂടെ ചേർന്നുണ്ടായാൽ എന്ത്? സോറി തിരിഞ്ഞു പോയെന്ന് തോന്നുന്നല്ലേ പറഞ്ഞപ്പോ. എന്താണ്? ആർക്കും കോഡും കൂടെ ചേർന്നാൽ അതിന്റെ പേര് സെഗ്മെന്റ്. ഇനി ആർക്കും റേഡിയസും ആണെങ്കിലോ? ആർക്കും റേഡിയസും കൂടെ ആണെങ്കിലോ? അത് തന്നെ, സെക്ടർ. ഈ ലോജിക്ക് മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് നോക്കാം. സെഗ്മെന്റ് ഓഫ് എ സർക്കിൾ ഈസ് ദ റീജിയൻ ബിറ്റ്വീൻ ആർക്ക് ആൻഡ് ഡാഷ് ഓഫ് ദ സർക്കിൾ. സെഗ്മെന്റ് ആരാ? ആർക്കും കോഡും. അടുത്ത നോക്ക്, എ സർക്കിൾ ഡിവൈഡ്സ് ദ പ്ലെയിൻ ഓൺ വിച്ച് ഇറ്റ് ലൈസ് ഇൻ ഡാഷ് പാർട്ട്. എത്ര പാർട്ടായിട്ട് അതിരിക്കുന്നേ? 3 പാർട്ടായിട്ട്. ഇതേ ഇവിടെ തന്നെ പറഞ്ഞു, ഇന്റീരിയർ, എക്സ്റ്റീരിയർ, ഓൺ ദ സർക്കിൾ. എങ്ങനെ സർക്കിൾ എങ്ങനെയാ ഒരു പ്ലെയിനെ ഡിവൈഡ് ചെയ്യുന്നേ? സർക്കിളിന്റെ അകത്ത്, പുറത്ത്, ഓൺ ദ സർക്കിൾ. ആ സർക്കിളിന്റെ ഏതെങ്കിലും ഒരു പോയിന്റിൽ. അപ്പൊ എത്ര പാർട്ടായിട്ടാണ് ഡിവൈഡ് ചെയ്യുന്നേ? 3 പാർട്ട്. ക്ലിയർ ആണോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. നമുക്കിനി 3-4 ചാപ്റ്റർ കൂടെ പഠിക്കാനുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി സ്പീഡിൽ പോന്നേ. 10.1 സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ട്രൂ ഓർ ഫോൾസ്? ഫോൾസ് ആണെങ്കിൽ റീസൺ തരാൻ. എന്താണ്? ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ സെന്റർ ടു എനി പോയിന്റ് ഓൺ ദ സർക്കിൾ ഈസ് എ റേഡിയസ്. ആണോ? യെസ്, ട്രൂ ആണ്. ട്രൂ ആയതുകൊണ്ട് പ്രത്യേകിച്ച് റീസൺ കൊടുക്കണോ? വേണ്ട. രണ്ടാമത്തെ നോക്ക്, എ സർക്കിൾ ഹാസ് ഓൺലി ഫൈനൈറ്റ് നമ്പർ ഓഫ് ഈക്വൽ കോഡ്. ആണോ? ഫോൾസ്. കാര്യം എന്താ? സർക്കിൾ ഹാസ് ഇൻഫൈനൈറ്റ് നമ്പർ. സർക്കിൾ ഹാസ് ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് കോഡ്സ്. ആലോചിച്ച് നോക്ക് മക്കളെ. ഇതാണ് ഒരു സർക്കിൾ. ഇതിൽ എത്ര കോഡ് വരയ്ക്കാം? അതെ, ഇങ്ങനെ തന്നെ കുറെ വരക്കാം.
പിന്നെ ഇങ്ങനെ വരയ്ക്കാം, ഇങ്ങനെ ചരിച്ച് ഇങ്ങോട്ട് ചരിച്ച് വരക്കാം, ഇങ്ങോട്ട് ചരിച്ച് വരക്കാം, ഇങ്ങനെ ചരിച്ച് വരക്കാം. എത്രണ്ണം വരക്കാം? ഇഷ്ടം പോലെ വരക്കാം. അതുകൊണ്ട് എന്താ ഫൈനൈറ്റ് നമ്പർ ഓഫ് കോഡ്സ് ആണോ? അല്ല, ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് കോഡ്സ് ആണ്. അപ്പോൾ രണ്ടാമത്തത് ഫോൾസ്. ഫസ്റ്റ് ട്രൂ, സെക്കൻഡ് ഫോൾസ്, തേർഡ് നോക്കാം. എന്താ പറഞ്ഞേ? എ സർക്കിൾ ഡിവൈഡ്സ് ഇൻറ്റു 3 ഈക്വൽ ആർ. അപ്പോൾ ദേ ഒരു സർക്കിൾ എടുക്കാം. ഇതാണ് നമ്മുടെ സർക്കിൾ. സർക്കിളിനെ നമ്മൾ എന്ത് ചെയ്തു? 3 ഈക്വൽ പാർട്ടാക്കി. നമുക്ക് ഓരോന്നിനും പേര് കൊടുക്കാം. ഈ പോയിന്റ് എ, ഈ പോയിന്റ് ബി, ഈ പോയിന്റ് സി ആണെന്ന് വെച്ചോ. എന്താണ് അവർ പറഞ്ഞ? സെന്ററിനെ നമുക്ക് ഒ എന്നും പറയാം. അവരെന്താ പറഞ്ഞത്? എ സർക്കിൾ ഡിവൈഡഡ് ഇൻറ്റു 3 ഈക്വൽ ആർക്ക്. ഈച്ച് ഈസ് എ മേജർ ആർക്ക്. എല്ലാം മേജർ ആർക്കാണോ? അല്ല. ആർക്ക് കോൺസെപ്റ്റ് ഒക്കെ നിങ്ങൾ പണ്ട് പഠിച്ചിട്ടില്ലേ? നമുക്ക് വേണ്ട ആദ്യം ഈ ആർക്കിനെ എടുക്കാം. ഇത് ഇച്ചിരി കൂടെ ഡാർക്ക് ചെയ്ത് കാണിച്ചു തരാം. ഇതെടുത്താൽ ഇതിന്റെ മേജർ ആർക്ക് ഏതാ? എ സി എന്ന് പറയുന്ന ആർക്കിന്റെ മേജർ ആർക്ക് ഏതാ? അതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഏതാ? എ ബി സി. അപ്പോൾ ഈ കുഞ്ഞി പോർഷൻ അല്ലെങ്കിൽ ഈ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന പോർഷൻ മേജർ ആർക്കാണോ? അല്ല. കാര്യം എന്താ? അതിനേക്കാൾ വലിയ ആർക്ക് വേറെ ഉണ്ട്. ഓക്കെ, അതുകൊണ്ട് മേജർ ആർക്കാണോ എന്ന് ചോദിച്ചാൽ ആണോ? അല്ല. അപ്പോൾ റീസൺ എന്താണ്? ഫോൾസ് ആണ്. അതെന്താണ്? മേജർ ആർക്കാണോ? അല്ല. ഏതെങ്കിലും ഒരു സർക്കിൾ വരച്ചിട്ട് ഇപ്പം മിസ് കാണിച്ച പോലത്തെ എക്സാമ്പിൾ കാണിക്കണം. നമുക്ക് നോട്ടിൽ ഞാനത് കൃത്യമായി മാർക്ക് ചെയ്ത് തരാവേ. അടുത്ത ഫോർത്ത് പാർട്ട് നോക്ക്. എ കോഡ് ഓഫ് എ സർക്കിൾ വിച്ച് ഈസ് ട്വൈസ് ആസ് ലോങ് ആസ് റേഡിയസ്. റേഡിയസിന്റെ ട്വൈസ് എന്ന് പറഞ്ഞാൽ ആരാ? ഡയമീറ്റർ. ഈസ് എ ഡയമീറ്റർ ഓഫ് സർക്കിൾ. അല്ലേ? നമ്മൾ പഠിച്ചതാ, ഇന്നലെ പഠിച്ചതേ ഉള്ളൂ. എന്താ? സർക്കിളിന്റെ ഡയമീറ്റർ ആണ് ലോങ്ങസ്റ്റ് കോഡ്. ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ 2 റേഡിയസുകൾ ചേരുന്നതാണ്. അതുകൊണ്ട് അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് അല്ലേ? അതെ, അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആണ്. അടുത്തത് ഫിഫ്ത്ത്, സെക്ടർ ഈസ്. സെക്ടർ എന്ന് വെച്ചാൽ എന്താ? ഇച്ചിരി മുന്നേ പറഞ്ഞോളൂ. സെക്ടർ എന്താ? റേഡിയസും ആർക്കും കൂടി ചേരുന്നത്. സെക്ടർ ഈസ് എ റീജിയൻ ബിറ്റ്വീൻ കോഡ് ആൻഡ് കറസ്പോണ്ടിങ് ആർക്ക്. ആണോ? അല്ല. കോഡും കറസ്പോണ്ടിങ് ആർക്കും കൂടി ചേർന്നാൽ എന്താ? സെഗ്മെന്റ് ആണ് ഉണ്ടാകുന്നത്. റീസൺ അതാണ്. ഇറ്റ് ഈസ്, ഈ പറഞ്ഞേക്കുന്ന ഡെഫിനിഷൻ വെച്ച് നോക്കിയാൽ ആരാ? അതൊരു സെഗ്മെന്റ് ആണ്. അവർ പറഞ്ഞേക്കുന്ന സാധനമാണെങ്കിൽ അതിന്റെ പേര് സെഗ്മെന്റ് എന്നാ. അങ്ങനെയാണെങ്കിൽ 6th പാർട്ട് നോക്കിക്കേ. സർക്കിൾ ഈസ് എ പ്ലെയിൻ ഫിഗർ. അല്ലേ? അതെ. പ്ലെയിൻ ഫിഗർ എന്ന് വെച്ചാൽ പേപ്പറിൽ സിമ്പിൾ ആയിട്ട് വരച്ചു വെക്കാൻ പറ്റുമെന്ന്. ക്യൂബൊക്കെ വരയ്ക്കാൻ എല്ലാവർക്കും ഈസി ആയിട്ട് വരയ്ക്കാൻ പറ്റുമോ? ചിലർ വരയ്ക്കുമ്പോൾ ശരിയാവില്ല. ക്യൂബൊക്കെ വരയ്ക്കുമ്പോൾ അതെ ഇങ്ങനെയൊക്കെ വരച്ച് കറക്റ്റ് ക്യൂബാണെന്നൊക്കെ ഫീൽ ചെയ്യിപ്പിക്കണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഡിഫിക്കൽട്ട് ടാസ്കാണ്. പക്ഷെ എന്താണ്? സർക്കിൾ അങ്ങനെയാണോ? അല്ല. അതെന്താ? ഒരു പ്ലെയിൻ ഫിഗർ ആണോ? യെസ്, അതൊരു പ്ലെയിൻ ഫിഗർ ആണ്. ക്ലിയർ ആയോ? അപ്പൊ നമുക്ക് സർക്കിളിന്റെ കൂടുതൽ കോൺസെപ്റ്റുകൾ പഠിക്കാം. നമ്മൾ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് കോഡ്സ് ഉണ്ടെന്ന് പറഞ്ഞല്ലേ? അപ്പം അതിന്റെ ഒരു ലോജിക്ക്, ഒരു അഡീഷണൽ പോയിന്റ് പറയുക. അടുത്ത എക്സസൈസ് ആണ് കേട്ടോ. 10.2 ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്ക് മക്കളെ. 2 സർക്കിൾസ് ആർ കോൺഗ്രുവന്റ്. 2 സർക്കിൾ കോൺഗ്രുവന്റ് എന്ന് പറയണമെങ്കിൽ എന്താ മക്കളെ? കോൺഗ്രുവന്റ് എന്ന് പറഞ്ഞാൽ എക്സാക്ട് സിമിലർ. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നതാണ് സർക്കിളിന്റെ മെഷർമെന്റ് പറയുന്നത്. അല്ലേ? നമ്മളിപ്പോൾ ഒരു ഡസൻ വളം മേടിക്കുമ്പോൾ എന്ത് പറ്റും? എല്ലാം ഒരേപോലെ ഇരിക്കും അല്ലേ? അതായത് എല്ലാവരുടെയും റേഡിയസ് സെയിം ആണ്. അപ്പോൾ 2 സർക്കിൾസ് കോൺഗ്രുവന്റ് എന്ന് പറയണമെങ്കിൽ അവരുടെ റേഡിയസ് എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. 2 സർക്കിൾസ് ആർ കോൺഗ്രുവന്റ് ഇഫ് ദേ ഹാവ് സെയിം റേഡിയസ്. അത് അവർ നമുക്കൊന്ന് ഓർമ്മിപ്പിച്ചാണ്. അവരുടെ ആവശ്യം എന്താണെന്ന് മനസ്സിലായോ? പ്രൂവ് ദാറ്റ് ഈക്വൽ കോഡ് ഓഫ് കോൺഗ്രുവന്റ് സർക്കിൾ. അപ്പോൾ നമുക്ക് ഈ സർക്കിൾ എടുക്കാം. ആദ്യത്തെ സർക്കിളിൽ ഒരു കോഡ് ഞാൻ മാർക്ക് ചെയ്യുക, AB. രണ്ടാമത്തെ സർക്കിളിൽ ഞാൻ വേറൊരു കോഡ് മാർക്ക് ചെയ്യുവാണ്, PQ. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് വെച്ചോ. അവർ പറഞ്ഞു ഈക്വൽ കോഡ് എന്നാ പറഞ്ഞത്. അപ്പൊ AB is equal to PQ. എന്താണ്? given. അല്ലെങ്കിൽ ഈക്വൽ കോഡ് ഓഫ് കോൺഗ്രുവന്റ്, ഈക്വൽ കോഡ് ഓഫ്
കോൺഗ്രുവന്റ് സർക്കിൾ. ഒരേപോലെ ഇരിക്കുന്ന രണ്ട് സർക്കിളിന്റെ ഈക്വൽ ആയിട്ടുള്ള കോഡുകളാണ്. അപ്പൊ നമുക്കത് പറയാം. അവര് പറഞ്ഞ എന്താ? ഈക്വൽ കോഡ് ഓഫ് കോൺഗ്രുവന്റ് സർക്കിൾ സബ്സ്റ്റന്റ് ഈക്വൽ ആംഗിൾ അറ്റ് ദെയർ സെന്റർ. ഇവര് സെന്ററുമായി ഉണ്ടാക്കുന്ന ആംഗിൾ, അതായത് ഇവിടെ ഈ ആംഗിൾ, അതായത് ഓ, ഇവിടെ ഞാൻ വേറെ പേര് കൊടുക്കാം. ഇവിടെ എന്താ കിടക്കട്ടെ? സീന്ന് കിടക്കട്ടെ സെന്ററിന്. ഇത് ഈ കോഡ് സെന്ററുമായിട്ട് ഉണ്ടാക്കിയ ആംഗിളും ഈ കോഡ് സെന്ററുമായിട്ട് ഉണ്ടാക്കിയ ആംഗിളും സെയിം ആണെന്ന് തെളിയിക്കാൻ. എങ്ങനെ തെളിയിക്കും മക്കളെ? തെളിയിക്കുന്നത് എ ബി ഇസ് ഈക്വൽ ടു പി ക്യു എന്ന് നമ്മൾ എഴുതി വെച്ചു. ഇതൊരു ട്രയാങ്കിൾ ആണ്, ഇതൊരു ട്രയാങ്കിൾ ആണ്. നമുക്ക് ട്രയാങ്കിളിന്റെ കോൺഗ്രുവൻസി ഒക്കെ അറിയാലോ. വാ നോക്കാം. ഇതിനകത്തുനിന്ന് എനിക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? എ സി ഇസ് ഈക്വൽ ടു, എ സി എന്ന് പറഞ്ഞാൽ എന്താ? റേഡിയസ് ആണ് അല്ലേ? എ സി ഇസ് ഈക്വൽ ടു പി ഒ എന്ന് പറഞ്ഞൂടെ? എ സി ഇസ് ഈക്വൽ ടു പി ഒ. ഇവിടുത്തെ ഒരു സൈഡ് ഇവിടുത്തെ വേറൊരു സൈഡുമായിട്ട് ഈക്വൽ ആന്ന് പറഞ്ഞു. കാര്യം എന്താ? റേഡിയസ്, വെറും റേഡിയസ് അല്ല, റേഡിയസ് ഓഫ് ഒരേപോലെ ഇരിക്കുന്നത്. കോൺഗ്രുവന്റ് സർക്കിൾ, ഒരേ സർക്കിളിന്റെ, ഒരേപോലത്തെ സർക്കിളിന്റെ റേഡിയസാ. അങ്ങനെ എ ബി ആരുമായിട്ടാ ഈക്വൽ എന്ന് പറഞ്ഞു, എ സി ആരുമായിട്ടാ ഈക്വൽ എന്ന് പറഞ്ഞു. അടുത്ത ആരാ? ബി സിയെ പിടിക്കാം. നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? ബി സി ഇസ് ഈക്വൽ ടു ഒ ക്യു അഥവാ ക്യു ഒ. റീസൺ എന്താ? തൊട്ട് മുമ്പിൽ പറഞ്ഞ അതേ സാധനം. എന്താണ്? ബി സി എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്, ക്യു എന്ന് പറഞ്ഞാൽ ഈ സർക്കിളിന്റെ റേഡിയസ് ആണ്. ഇവർ രണ്ടുപേരും കോൺഗ്രുവന്റ് ആയതുകൊണ്ട് എന്താണ്? അത് ഈക്വൽ ആണ്. അതായത് മൂന്ന് സൈഡുകളും കറസ്പോണ്ടിങ് സൈഡുകൾ ഈക്വൽ യൂസിങ് SSS ക്രൈറ്റീരിയ. യൂസിങ് SSS ക്രൈറ്റീരിയ വെച്ചിട്ട് നമുക്ക് എന്ത് പറയാം? ഈ രണ്ട് ട്രയാങ്കിളും കോൺഗ്രുവന്റ് ആണ്. ട്രയാങ്കിൾ സി എ ബി കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ, ആദ്യം ആരെയാ പറഞ്ഞേ? സെന്ററിനെയാ പറഞ്ഞേ. അപ്പൊ ഇവിടെയും ആദ്യം സെന്ററിനെ പറയണം. ഓ, അത് കഴിഞ്ഞ് ആരെയാ പറഞ്ഞത്? കോഡിനെയാ പറഞ്ഞേ. ഇവിടെയും കോഡിനെ പറയാം, ഒ പി ക്യു. Therefore എന്ത് പറയാം? അതുകൊണ്ട് കോൺഗ്രുവന്റ് ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ അല്ലേ? നോക്ക്, ഈ ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് റേഡിയസുകൾക്കിടയിലുള്ള ആംഗിൾ. Therefore ആംഗിൾ എ സി ബി ഇസ് ഈക്വൽ ടു, ഇവിടെ റേഡിയസിന്റെ ഇടയിലുള്ള ആംഗിൾ ഏതാ? പി ഒ ക്യു. Therefore ആംഗിൾ എ സി ബി ഇസ് ഈക്വൽ ടു ആംഗിൾ പി ഒ ക്യു. റീസൺ എന്താ? അത് തന്നെ, സി പി സി ടി കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ. എന്താ മക്കളെ ചെയ്തത്? രണ്ട് സർക്കിള്, രണ്ട് വള, രണ്ട് ഒരേ സെറ്റിലിരുന്ന വള. അവർ കോൺഗ്രുവന്റ് ആണ്. അതിന്റെ മീനിങ് അവർക്ക് സെയിം റേഡിയസ് ആണ്. അവരുടെ ഒരേ നീളമുള്ള കോഡുകൾ, ഒരേ വശത്തേന്നൊന്നും പറഞ്ഞില്ല, അതുകൊണ്ടാണ് ഞാൻ രണ്ടും രണ്ട് സ്ഥലത്തെടുത്തത്. ഒരേ നീളമുള്ള കോഡുകൾ. അപ്പൊ തന്നെ എഴുതി എ ബി എന്നാണ് ആദ്യത്തെ കോഡ്, പി ക്യു എന്നാണ് രണ്ടാമത്തെ കോഡെങ്കിൽ എ ബി ഇസ് ഈക്വൽ ടു പി ക്യു. അവര് സെന്ററുമായി ഉണ്ടാക്കുന്ന ആംഗിൾ വരച്ചു വെച്ചു. അവരിൽ നിന്ന് സെന്ററിലേക്ക് രണ്ടെൻഡിൽ നിന്നും വരച്ചു. കണ്ടല്ലോ, രണ്ടെൻഡിൽ നിന്നും ഇതിന്റെ രണ്ടെൻഡിൽ നിന്നും വരച്ചു, ഇതിന്റെ രണ്ടെൻഡിൽ നിന്നും വരച്ചു. ആ ആംഗിൾസ്, അതായത് ഈ ആംഗിളും സെയിം ആണെന്ന് തെളിയിക്കാം. അതിനുവേണ്ടി നമ്മൾ ട്രയാങ്കിളിന്റെ കോൺഗ്രുവൻസ് വെച്ചു. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞു. ഈക്വൽ ആണെങ്കിൽ കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആണ്. കറസ്പോണ്ടിങ് ആംഗിൾസ് ഈക്വൽ ആയതുകൊണ്ട് ആംഗിൾ എ സി ബിയും ആംഗിൾ പി ഒ ക്യുവും ഈക്വൽ ആണെന്ന് പറഞ്ഞു. ക്ലിയർ? ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം. എന്താ പറഞ്ഞത്? പ്രൂവ് ദാറ്റ് ഇഫ് കോഡ് ഓഫ് കോൺഗ്രുവന്റ് സർക്കിൾ, ഇവിടെ ആരാ? കോൺഗ്രുവന്റ് സർക്കിൾ ആണല്ലേ? അപ്പൊ നമുക്ക് രണ്ട് സർക്കിൾ എടുക്കാം. ഓക്കെ, എന്ത് സർക്കിളാണ്? കോൺഗ്രുവന്റ് സർക്കിൾ. കണ്ടോ, ഇത് രണ്ടും ഇപ്പൊ ഒരേപോലത്തെ സർക്കിളാ. അപ്പൊ ഇതിന്റെ റേഡിയസ് 6 ആണെന്ന് വിചാരിച്ചോ. അപ്പൊ ഇതിന്റെ റേഡിയസ് തന്നെ 6 ആണേ. രണ്ടിന്റെ റേഡിയസ് സെയിം ആയിട്ടുണ്ടെങ്കിലാണ് ഇതിനെ കോൺഗ്രുവന്റ് സർക്കിൾ എന്ന് പറയുന്നത്. പ്രൂവ് ദാറ്റ് ഇഫ് കോഡ് ഓഫ് കോൺഗ്രുവന്റ് സർക്കിൾ, നേരത്തെ ചോദിച്ചതിന്റെ തിരിച്ച് ചോദിച്ചു. ഇഫ് കോഡ് ഓഫ് കോൺഗ്രുവന്റ് സർക്കിൾ, അപ്പൊ ദേ ഇവിടെ ഞാനൊരു കോഡ് വരച്ചു. സബ്സ്റ്റൻഡഡ് ഈക്വൽ ആംഗിൾ അറ്റ് സെന്റർ, ഈ കോഡിന് ഞാൻ പേര് കൊടുത്തു എ ബി. അവര് സെന്ററിന്റെ പേര് സി. ഇവര് സെന്റർ ഇട്ടുണ്ടാക്കുന്ന ആംഗിള്
ഇപ്പം മിസ് ഡാർക്ക് ചെയ്തില്ലേ, അത് ആ ആംഗിള് ഇപ്പുറത്തതിൻ്റെതും ഇപ്പുറത്തെ ഒരു കോഡ്, അവനെ നമുക്ക് പഴയതുപോലെ തന്നെ പി ക്യു എന്ന് വിളിക്കാം. പി ക്യുവിൻ്റെ സെന്ററുമായി ഉണ്ടാക്കുന്ന ആംഗിളിന് ഈക്വൽ ആണെങ്കിൽ, ഈ രണ്ട് ആംഗിളും ഈക്വൽ ആണെങ്കിൽ ഈ കോഡുകൾക്ക് ഈക്വൽ ലെങ്ത് ആണെന്ന് തെളിയിക്കുക. നേരത്തെ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ നോക്കിക്കേ. നേരത്തെ എന്താ പറഞ്ഞത്? കോഡുകൾ ഈക്വൽ ആണെങ്കിൽ സെന്ററുമായി ഉണ്ടാക്കുന്ന ആംഗിൾ ഈക്വൽ ആണെന്ന് തെളിയിക്കുക. ഇപ്പൊ എന്ത് പറഞ്ഞു? സെന്ററുമായി ഉണ്ടാക്കുന്ന ആംഗിളുകൾ ഈക്വൽ ആണെങ്കിൽ എന്ത് തെളിയിക്കുക? കോഡുകൾ ഈക്വൽ ആണെന്ന് തെളിയിക്കുക. സെയിം പ്രൊസീജിയർ തന്നെ. നമുക്ക് ആദ്യം സൈഡുകൾ നോക്കാം. ഇവിടുത്തെ ഒരു സൈഡാണ് ആര്? എ സി. നമുക്ക് ഇങ്ങനെ പറഞ്ഞൂടെ? എ സി ഈസ് ഈക്വൽ ടു, ഇവിടെ ഇത് ഒ ആണേ, എ സി ഈസ് ഈക്വൽ ടു പി ഒ എന്ന് പറഞ്ഞൂടെ? കാര്യം എന്താ? റേഡിയസ് ആണ്. വെറും റേഡിയസ് അല്ല, റേഡിയസ് ഓഫ് എന്ത്? കോൺഗ്രുവന്റ് സർക്കിൾ. ഒരേപോലെ ഇരിക്കുന്നവരുടെ കോൺഗ്രുവന്റ് സർക്കിൾ റേഡിയസ് ആണ്. ഒരേപോലെ ഇരിക്കുന്നവരുടെ കോൺഗ്രുവന്റ് ആയിട്ടുള്ള ഭാഗം എന്താണ്? റേഡിയസ് ആണ്. അതുപോലെ നമുക്ക് ഇവിടുന്ന് പറഞ്ഞൂടെ? ബി സി ഈസ് ഈക്വൽ ടു ക്യു ഒ. റീസൺ എന്താ? സെയിം റീസൺ. ഇപ്പൊ രണ്ട് സൈഡുകൾ ഈക്വൽ ആയെന്ന് മനസ്സിലായില്ലേ? മൂന്നാമത്തെ സൈഡ് നോക്ക്, എ ബി ആണ്. എ ബിയെ കുറിച്ച് വല്ല ധാരണയുണ്ടോ? ഇല്ല. നമുക്ക് തെളിയിക്കേണ്ടത് എ ബിയും പി ക്യൂവും ഈക്വൽ ആണെന്ന്. അപ്പൊ ഇനി നമുക്ക് ആംഗിൾസിനെ നോക്കാം. വേണ്ടേ? ഈ ഡാർക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഈ ആംഗിളും ഇവിടുത്തെ ഈ ആംഗിളും ഈക്വൽ ആണെന്ന് ക്വസ്റ്റ്യൻ തന്നിട്ടില്ലേ? അപ്പൊ നമുക്ക് ഇങ്ങനെ എഴുതിക്കൂടെ? ആംഗിൾ എ സി ബി ഇസ് ഈക്വൽ ടു ആംഗിൾ പി ഒ ക്യു. എന്താ തന്നു? ക്വസ്റ്റ്യൻ തന്നു, ഗിവൺ ഡേറ്റയാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്കതേ രണ്ട് സൈഡ് ഒരു ആംഗിൾ എന്തുപയോഗിക്കാം? അത് തന്നെ, യൂസിങ് SAS ക്രൈറ്റീരിയ. രണ്ട് സൈഡ് ആംഗിൾ സൈഡ് യൂസിങ് SAS ക്രൈറ്റീരിയ നമുക്ക് എന്ത് പറയാം? ട്രയാങ്കിൾ CAB കോൺഗ്രുവന്റ് ടു ട്രയാങ്കിൾ, പേര് എഴുതുമ്പോൾ ശ്രദ്ധിച്ചോ, സി അതായത് സെന്റർ ആയത്. അപ്പൊ ഇവിടെ O, ദെൻ കോഡ് OPQ. കോൺഗ്രുവന്റ് ആണ് മീൻസ് എന്താണ്? കറസ്പോണ്ടിങ് പാർട്സ് ഈക്വൽ ആണ്. ഈ രണ്ട് സൈഡിന്റെയും കാര്യം പറഞ്ഞു, മിച്ചം ഒരൊറ്റ സൈഡേ ഉള്ളൂ, AB. ദാറ്റ് ഈസ് AB ഈസ് ഈക്വൽ ടു, അപ്പുറം മിച്ചം ഒരു സൈഡേ ഉള്ളൂ, ആരാ? PQ. AB ഈസ് ഈക്വൽ ടു PQ. റീസൺ എന്താ? CP/CT. മനസ്സിലായോ മക്കളെ? എന്താ? സെന്ററുമായിട്ടുള്ള ആംഗിൾ സെയിം ആണെങ്കിൽ കോഡുകൾ സെയിം ആണെന്ന് തെളിയിക്കുക. അപ്പൊ തന്നെ എഴുതി. ഒരു കോൺഗ്രുവന്റ് സർക്കിൾ ആയതുകൊണ്ട് രണ്ട് സൈഡുകൾ ഈക്വൽ ആണ് കിട്ടി. ഈ സൈഡും ഈക്വൽ ആണ്. സിമിലർലി ഈ സൈഡും ഈക്വൽ ആണ്. പിന്നെ ഈ ആംഗിളുകൾ ഈക്വൽ ആണ്. അതായത് SAS ക്രൈറ്റീരിയ യൂസ് ചെയ്താൽ കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ആകും. ട്രയാങ്കിൾസ് കോൺഗ്രുവന്റ് ആണെന്ന് പ്രൂവ് ആകും. അതായത് കറസ്പോണ്ടിങ് പാർട്സ് ഓഫ് കോൺഗ്രുവന്റ് ട്രയാങ്കിൾ വെച്ചിട്ട് ഇവര് ഈ ട്രയാങ്കിൾസിന്റെ തേർഡ് സൈഡ്സ് ഈക്വൽ എന്ന് പറയാം. ക്ലിയർ ആണോ മക്കളെ? അപ്പൊ നമ്മൾ പഠിച്ച ലോജിക്കുകളൊക്കെ ഓർത്തോണം. റേഡിയസ്, ഡയമീറ്റർ, ആർക്ക്, സെക്ടർ, സെഗ്മെന്റ്. ഇതെന്താ പറഞ്ഞത്? ലോജിക്ക് ഇതാണ്. സെന്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ കിടക്കുന്ന പുതിയൊരു ലോജിക്കാണ്, ഓർത്ത് വെച്ചോണം കേട്ടോ. സെന്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ കിടക്കുന്ന കോഡുകൾക്ക് ഒരേ ലെങ്ത് ആയിരിക്കും. എന്താണ്? ഒന്നുകൂടെ പറഞ്ഞുതരാം. സെന്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസിൽ കിടക്കുന്ന, സെന്ററിൽ നിന്നും 10 സെന്റിമീറ്റർ മാറി വരയ്ക്കുന്ന കോഡുകൾക്കെല്ലാം ഒരേ നീളമായിരിക്കും. അപ്പൊ ദേ നോക്കിക്കോ, ഒരു ലോജിക്കാ കേട്ടോ, ശ്രദ്ധിച്ച് പഠിച്ചോണം. ഇതാണ് സെന്റർ. സെന്ററിൽ നിന്ന് 10 മീറ്റർ പൊക്കത്തിലേക്ക് മാറി കിടക്കുന്ന ഒരു കോഡാണ് ഇത്. ഇതിന് 3 സെന്റിമീറ്റർ ആണ് നീളമെങ്കിൽ ഈ സെന്ററിൽ നിന്ന് ഇങ്ങോട്ട് 10 മാറി എടുക്കുന്ന കോഡിനും 3 സെന്റിമീറ്റർ ആയിരിക്കും. ഇവിടെ നിന്ന് ഇങ്ങോട്ട് മാറി എടുക്കുന്ന കോഡിനും 3 സെന്റിമീറ്റർ ആയിരിക്കും. എന്ന് വെച്ചാൽ സെന്ററിൽ നിന്നും ഈക്വൽ ഡിസ്റ്റൻസ് മാറിയിട്ടുള്ള കോഡുകൾക്കെല്ലാം ഒരേ ലെങ്ത് ആയിരിക്കും. അതും ഒരു നല്ല ലോജിക്കാ കേട്ടോ, അത് ഓർത്ത് വെച്ചോണം. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിലെടുക്കാം. താങ്ക് യു.